പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. നാളെ തിരുവോണമാണ്. തിരുവോണത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആഘോഷത്തിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. സദ്യവട്ടങ്ങളും ഓണക്കോടിയും വാങ്ങാനുള്ള തിരക്കിലേക്ക് കടക്കുമ്പോൾ നാടും നഗരവും ഇപ്പോഴും ഈ അവസാന മണിക്കൂറുകളിലും ഉത്രാടപ്പാച്ചിലാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് പൂവിപണിയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. എന്തായാലും വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ മുതൽ ഓണ വിപണികളെല്ലാം ഇന്ന് സജീവമായിരുന്നു. പൊന്നോണം പടിവാതിൽക്കൽ. ഓണക്കോടിയെടുക്കണം, പൂക്കളമൊരുക്കണം. തൂശനിലയിൽ പഴവും പായസവും പപ്പടവും കൂട്ടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കണം. പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം സ്നേഹവും സന്തോഷവും പങ്കിടണം. ഉത്രാടനാളിൽ അതിനായുള്ള പാച്ചിലാണ് മലയാളികൾ. നാടെങ്ങും ഓണവിപണി സജീവം. സാധനങ്ങളെല്ലാം വാങ്ങി. ചെരുപ്പല്ലേ? ചെരുപ്പ് വാങ്ങണ്. ഇങ്ങനെ ഇവിടെ ഇറങ്ങിയതാ. ഭയങ്കരമായിട്ടുണ്ട്. ഹാപ്പി ഓണം. തിരുവനന്തപുരത്ത് ചാല കമ്പോളത്തിലാണ് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്ക്. പൂവും പച്ചക്കറിയും തുടങ്ങി ഉപ്പു തൊട്ട് കർപ്പൂരം വരെ ആളുകൾക്ക് വാങ്ങാം. നാളെ ഉണങ്ങെത്തി അടിച്ചു പൊളിക്കാൻ തയ്യാറായി. അടിപൊളി തന്നെ. പച്ചക്കറിയൊക്കെ മേടിച്ചു. വാങ്ങിച്ചു. ചേച്ചി എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളിയാണ്. സാധനങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്ത് സദ്യ ഒരുക്കിയാൽ മതി. സദ്യ ഒരുക്കിയാൽ മതി. ഓണം അടിപൊളിയായി. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ. ഒരുപാട് സാധനങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ദഗതിയിലായിരുന്ന പൂവിപണി ഇന്ന് ഉണർന്നിട്ടുണ്ട്. മുല്ലപ്പൂവിന് തിരുവനന്തപുരത്ത് 3000 രൂപ വരെ വില. മുല്ലപ്പൂവിന് എത്ര വില? മുല്ലപ്പൂന് 3000 വിലയാണ്. കിലോ 3000. അതെ. ഒരു മുഴം 150 വിൽക്കുന്നത്. 150. അതെ. ഈ കഴിഞ്ഞ ദിവസമൊക്കെ എത്ര രൂപയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം 200 രൂപ ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഈ പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് 150 ആണ്. പാളയത്തും കിഴക്കേക്കോട്ടയിലും തുടങ്ങി വഴിയോര വിപണന കേന്ദ്രങ്ങളിലെല്ലാം നല്ല തിരക്കാണ്. മധ്യകേരളത്തിലും സമാനമാണ് സ്ഥിതി. എറണാകുളം ബ്രോഡ്വേയിൽ സാധനങ്ങൾ വാങ്ങാനായി നെട്ടോട്ടത്തിലാണ് ജനങ്ങൾ. ഉഷാറാണ്, സെറ്റാണ്. ഈ ഓണത്തിന് കച്ചവടം പൊടി പൊടിച്ചുകൊണ്ടിരിക്കല്ലേ. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, സന്തോഷിച്ചു. വയനാട് നമുക്കൊരു വയനാട് നോവാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മളും സന്തോഷമായിട്ട് പോകണം. മലബാറിലും ഓണാഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. കോഴിക്കോട് മിഠായി തെരുവിലും ബീച്ചിലും പാളയം മാർക്കറ്റിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കുണ്ട്. പൂവിന് വില കുറവൊന്നുമില്ല, അത്യാവശ്യം വിലയുണ്ട്. പിന്നെ ഓണമല്ല, എല്ലാവരും വാങ്ങും. ഇന്ന് പൂ വാങ്ങിച്ചു, നാളെ പൂക്കളിടണം. പിന്നെ ഒരു പരിപാടികളായി നടക്കുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വയനാട്ടിൽ വലിയ ആഘോഷങ്ങളില്ലെങ്കിലും ഷോപ്പിംഗ് മാളുകളിലും പഴം പച്ചക്കറി മാർക്കറ്റുകളിലും സാമാന്യം ഭേദപ്പെട്ട തിരക്കുണ്ട്. പൂക്കടകളും പച്ചക്കറിക്കടകളും തുടങ്ങി വസ്ത്രശാലകളും ഇലക്ട്രോണിക് വീട്ടുപകരണങ്ങളുടെ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. പൊന്നോണത്തെ നീറക്കൈയോടെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.